അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സൈത്തൂൻ്റെ നിർബന്ധപ്രകാരം അന്ന് മതാ സൈഫുദ്ദീൻ അറബി ഒരുങ്ങുന്നു. സെയ്ഫ്, പോകാം. എന്താ സൈത്തൂൻ, നിനക്ക് എത്ര ധൃതി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്? അത് അവരോട് കൂടി സമ്മതം ചോദിക്കാതെ നമ്മൾ എങ്ങനെ അതിനു വേണ്ടി നിൽക്കും? അതും ഈ വീട്ടിലേക്ക് അവരൊരു പക്ഷെ ആ ജോലി ലക്ഷ്യമാക്കി വന്നവരായിരിക്കാം. നമ്മൾ എന്ത് കരുതിയിട്ടാണ് ഇവിടെ? അതുമല്ല, സെർവൻ്റ് ആകാൻ വേണ്ടിയിട്ടുമല്ല ഇവിടെ വെറുതെ നിൽക്കാൻ. അത് അവർക്ക് സമ്മതമായിരിക്കുമോ? സെയ്ഫ്, എനിക്ക് ആ കുട്ടിയെ കണ്ടിട്ട് വളരെയധികം പാവം തോന്നുകയാണ്. ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായുന്നേ ഇല്ല. എന്തെന്നറിയില്ല, മക്കളില്ലാത്ത അവൾ എനിക്കൊരു സഹോദരിയായും അനിയത്തിയായും എൻ്റെ എല്ലാമായും ഇവിടെ കൂടെ ഉണ്ടാവണം എന്നെനിക്കൊരു ആഗ്രഹം തോന്നുകയാണ്. ഒരുപാട് സ്വത്തുക്കൾക്കുടമയായിരുന്നു സൈത്തൂനും. അവളുടെ പിതാവും നല്ല പണക്കാരനായിരുന്നു. അതും അവിടെ അറേബ്യയിൽ അറിയപ്പെട്ട ഒരാൾ. തൻ്റെ ഏകയായ ഒരേ ഒരു മകളാണ് സൈത്തൂന്. സൈത്തൂന് എന്താഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കുവാനും തൻ്റെ പിതാവ് തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഭർത്താവ് സൈഫുദ്ദീൻ അവളെ നല്ല രീതിയിൽ നോക്കുകയും ചെയ്യുന്നുമുണ്ട്. എന്നാൽ തൻ്റെ ഭാര്യയുടെ ഈ ഒരു ആഗ്രഹം, അതാണ് അവർക്ക് ഏറ്റവും ഒരു സങ്കടകരമായി തോന്നിയത്. കാരണം എൻ്റെ ഭാര്യയായിട്ട് അവൾ ഈ വീട്ടിലുണ്ട്, പിന്നെ മറ്റൊരു പെണ്ണിൻ്റെ സാന്നിധ്യം അതവൾ കൊതിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു വീട്ടിലേക്ക് അവളെ കൊണ്ട് വരണം, അതാണ് അവളുടെ നിർബന്ധം. പക്ഷേ അറബി സൈഫുദ്ദീന് അതത്ര അങ്ങ് പിടിച്ചിട്ടില്ലായിരുന്നു. ഭാര്യയോട് പലവട്ടം പറഞ്ഞു നോക്കി. അല്ല പെണ്ണെ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനിവിടെ അകത്തളങ്ങളിലൊക്കെ നടക്കുന്നതാണ് സ്വാതന്ത്ര്യത്തോടെ. എൻ്റെ ഭാര്യയാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്, എൻ്റെ ഉമ്മയും. സെർവൻസൊക്കെ അവരുടെ ജോലി കഴിഞ്ഞാൽ പുറത്ത് അവരുടെ റൂമിലും. അപ്പോൾ എനിക്ക് എങ്ങനെ സ്വാതന്ത്ര്യത്തോടെ നിന്നോട് പെരുമാറാനോ? നമ്മൾ ബെഡ്റൂമിൽ മാത്രമല്ല, എല്ലായിടത്തും വളരെയധികം സന്തോഷത്തോടെ ഹാപ്പിയായി ജീവിക്കുന്നവരാണ്. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? അവളൊക്കെ അത് കാണുവാനിട വന്നാൽ ഒരു പ്രയാസമാവില്ലേ? എനിക്കും എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടൂലേ? പലതവണ തൻ്റെ ഭർത്താവ് അവളോടത് പറഞ്ഞെങ്കിലും അവൾക്ക് ഒരു വാശിയുണ്ടായിരുന്നു. സെയ്ഫ്, എന്നോട് അപ്പോൾ സ്നേഹമില്ലല്ലേ? സ്നേഹമില്ലായിട്ടല്ല എൻ്റെ പെണ്ണെ, അതൊരു പ്രയാസമാണെന്ന് എനിക്ക് തോന്നുക, അതുകൊണ്ട് മാത്രം. സെയ്ഫ്, എൻ്റെ ഈ ആഗ്രഹം സാധിപ്പിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ പിതാവിനോട്. ഹേയ്, വേണ്ട വേണ്ട, എന്തിനെ? ഞാൻ തന്നെ സാധിപ്പിച്ചു തരാലോ. നിനക്കങ്ങനെ കുഴപ്പമില്ലെങ്കിൽ, നിനക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ തയ്യാറാണ്. അങ്ങനെയാണ് അവർ അന്ന് അവരുടെ ഉമ്മയോട് യാത്ര പറഞ്ഞ് വീണ്ടും മസ്രയിലേക്ക് പോകുന്നത്. പോകുമ്പോൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ആ കുട്ടിയെ കാണുവാൻ വേണ്ടി പോവുകയാണ്. ഇവൾ പറയുന്നത് ഇന്ന് തന്നെ അവളെ കൊണ്ടുവരണം എന്നാണ്. മോനെ, എല്ലാം ശ്രദ്ധിച്ച് നോക്കി ചെയ്തോളി, പിന്നെ ഓരോന്നിൽ പെട്ടിട്ട്. ഉമ്മ പ്രാർത്ഥിക്കണം കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അവളുടെ ഇഷ്ടത്തിന് എനിക്ക് അങ്ങനെ ചെയ്യാതിരിക്കുന്നതും പ്രയാസമാണ്. കാരണം അല്ലെങ്കിൽ അവൾ ടെൻഷനാണ് മക്കളില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ആയിക്കോട്ടെ, എന്താണെന്ന് വെച്ചാൽ മക്കൾ ചെയ്യേ, പഠിച്ചോ ഹയറാക്കട്ടെ. ആ ഉമ്മ അത് പറഞ്ഞുകൊണ്ടാണ് അവർ യാത്ര അയച്ചത്. അന്ന് വളരെയധികം സന്തോഷത്തിലായിരുന്നു നമ്മുടെ സൈത്തൂൻ ബീവി. അതിമനോഹരമായ പർദ്ദ അവൾ അണിഞ്ഞിട്ടുണ്ട്, കൂടെ നല്ലൊരു ബാഗും. അതിൻ്റെ കൂടെ തന്നെ അവളുടെ ബാഗിൽ കുറച്ചധികം ഡ്രസ്സ് അവൾ എടുത്തിരുന്നു. അവളെടുത്ത ആ ഒരു വലിയ ബാഗ് കണ്ടപ്പോൾ ശരിക്കും അദ്ദേഹം ചോദിച്ചു, സൈത്തൂൻ, എന്താണിതൊക്കെ? സൈഫ്, കുറച്ച് വസ്ത്രങ്ങളാണ്. എന്തിനാ സൈത്തൂൻ ഇത്രയധികം വസ്ത്രങ്ങൾ? നമ്മളിന്ന് പോയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടി പോകുന്നല്ലോ, തിരിച്ചു വരാൻ പോവല്ലേ? സൈഫ്, അത് എന്താ? നമ്മൾ ആ കുട്ടിയുടെ സമ്മതമില്ലാതെ എന്ത് കരുതിയിട്ടാണ്? നീ എന്താ അവളെ ഇന്ന് തന്നെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണോ? കുറച്ച് ശബ്ദത്തോടെയാണ് സൈഫ് അത് ചോദിച്ചത്. സൈഫ്, അത് വരികയാണെങ്കിൽ അവളെ ഇങ്ങോട്ട്. എൻ്റെ പെണ്ണെ, എൻ്റെ സൈത്തൂൻ, അങ്ങനെയൊന്നും അവർ വരില്ല. എന്തർത്ഥത്തിൽ? എന്തെങ്കിലും ജോലിക്കാണെങ്കിൽ ഓക്കെ, അവരെന്ത് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരും? അവിടെ ആകുമ്പോൾ അവൾക്ക് ഞാൻ മാസം ശമ്പളം കൊടുക്കും. ഈ പ്രാവശ്യം വന്നിട്ട് അത് 2 ദിവസമായപ്പോഴേക്കും അവൾക്കുള്ള ഞാൻ കൊടുത്തു. കാരണം അവരെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു കുടുംബം ഉണ്ടാകും. ആ ഒരു കുടുംബം ഒരു പക്ഷേ അവളുടെ ക്യാഷ് കൊണ്ട് കഴിയുന്നതാണെങ്കിലോ?
എന്ന് കരുതിയിട്ട് അപ്പോൾ അടുത്ത പ്രാവശ്യവും സാലറി കൊടുക്കണം. ഇവിടെ ആയിക്കഴിഞ്ഞാൽ എന്ത് കരുതിയിട്ട് ഞാൻ എന്ത് കൊടുക്കും? സെയ്ഫ്, അതിനെന്താ? സെയ്ഫിന് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എനിക്കുണ്ടല്ലോ. എനിക്കിഷ്ടം പോലെ ആസ്തിയുണ്ടല്ലോ. എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി തന്ന ഒരുപാട് ഷോപ്പിംഗ് മാളുകളും എല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ വരുമാനം എനിക്ക് തന്നെയല്ലേ വരുന്നത്. അതുകൊണ്ട് സെയ്ഫ്, ഞാൻ കൊടുത്തോളാം അവൾക്കുള്ളത്. എന്തൊക്കെ തന്നെയായാലും അവൾ ഇവിടെ താമസിക്കട്ടെ. തൻ്റെ ഭാര്യ ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് കരുതിയ അറബി മനമില്ലാ മനസ്സോടുകൂടി അതാ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. കാര്യമായിട്ട് അറബി ഒന്നും സംസാരിക്കുന്നേയില്ല. സെയ്ഫ്, എന്തു പറ്റി? അദ്ദേഹത്തിൻ്റെ ഭാര്യ സങ്കടത്തോടെ ചോദിച്ചു. ഹേയ് നോ. എന്നാലും ഇങ്ങനെയല്ലല്ലോ സൈഫ്. സാധാരണയായി നമ്മൾ യാത്ര പോകുമ്പോൾ ധാരാളമായി സംസാരിക്കുന്നവരായിരുന്നല്ലോ. എൻ്റെ സൈഫ് എന്നോട് ഒരുപാട് സ്ഥലങ്ങളെത്തിയാലും ഇവിടെ അറിയുമോ, ഇവിടുത്തെ ഓരോ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുമല്ലോ. ഇപ്പോഴെന്താ സൈഫിന് എന്നോടൊരു ദേഷ്യം പോലെ? സെയ്തൂൻ, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? സൈഫിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്. എന്താ, ഇഷ്ടമല്ലേ ഞാൻ പറഞ്ഞ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ? ഇഷ്ടമല്ലേ? എനിക്ക് ഒരൊറ്റപ്പെടലൊക്കെ തോന്നിയപ്പോൾ എനിക്ക് തോന്നി അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം ജീവിതം മനോഹരമായിരിക്കുമെന്ന്. സെയ്തൂൻ, പിന്നെ ഞാൻ നിനക്ക് എന്തിനാ? നിങ്ങളെൻ്റെ ഭർത്താവാണ്. പക്ഷേ അവളെ എൻ്റെ കൂടപ്പിറപ്പ് പോലെ, എൻ്റെ സഹോദരിയെപ്പോലെ വീട്ടിൽ എൻ്റെ കൂടെ നിർത്തണം. അതിനു വേണ്ടിയിട്ടാണ്. സെയ്തൂൻ, നീ ആലോചിച്ചിട്ട് തന്നെയാണോ എനിക്ക് പറയുന്നത്? നിനക്കറിയില്ലേ, ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിലെ ഒരു പക്ഷേ അവരൊറ്റപ്പെടാൻ ഒരു ചാൻസ് വന്നാൽ പോലും അവിടെ ഒരു ഇബിലീസ് വരും എന്നുള്ള കാര്യം നീ പഠിച്ചിട്ടില്ലേ? എപ്പോഴും നീ ഉണ്ടാവുമോ അവിടെ? ഉമ്മ ഉണ്ടാകുമോ? നിനക്കൊരു പക്ഷേ പല സ്ഥലങ്ങളിലേക്കും ഒന്നുമില്ലെങ്കിൽ നിനക്ക് വാഷ് ചെയ്യാൻ കുളിക്കാനൊക്കെ പോകേണ്ടി വരും. അപ്പോഴൊക്കെ ഞാൻ അവിടെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഒറ്റപ്പെടുന്ന സമയമാണ്. അവൾ ആ സമയത്ത് അവിടെ ഉണ്ടാകുമ്പോഴേ നിനക്കറിയില്ലേ, നീ അറിഞ്ഞുകൊണ്ടെന്തിനാ ഇങ്ങനെയൊക്കെ? അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ഉണ്ടായത്. അത് അറബി ശ്രദ്ധിക്കുന്നു. സെയ്തൂൻ, നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഇതുവരെ ഒരു പിഴവുകളും ഉണ്ടായിട്ടില്ല. ഞാനൊരു മനുഷ്യനാണ്. ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിപ്പോയാൽ നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം എന്നേക്കുമായി അകന്നു പോകൂലേ? എന്തിനാണ് കരുതി കൂട്ടിക്കൊണ്ട് ഇങ്ങനൊരു ചതി ഉണ്ടാക്കുന്നത്? സെയ്ഫ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ സെയ്ഫ് എന്നെ ചതിക്കില്ല. അതുമാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, സെയ്ഫിൻ്റെ ജീവിതത്തിൽ കൂടി ഒരു സന്തോഷമുണ്ടാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വളരെ ദൂരം അവർ പിന്നിടുമ്പോഴും ഇതിനെക്കുറിച്ചുള്ള ചർച്ച മാത്രമായിരുന്നു. സത്യം പറഞ്ഞാൽ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയ അവൾക്ക് അവിടെ എത്തുമ്പോഴേക്കും കണ്ണീര് വീണ് അവളുടെ മുഖമാകെ വല്ലാതെയാകും എന്ന് തോന്നുന്നു. അവസാനമായി അറബി പറഞ്ഞു, സെയ്തൂൻ കരയണ്ട, നിൻ്റെ ഇഷ്ടം പോലെ ഞാനിതാ നിനക്ക് വേണ്ടി നിന്ന് തരികയാണ്. ഒരിക്കലും നിൻ്റെ കണ്ണുകൾ നിറയുന്നത് കാണുന്നത് എനിക്കിഷ്ടമല്ല. അത് കേട്ടപ്പോഴാണ് സെയ്തൂൻ്റെ ആ ഒരു സങ്കടം മാറിയത്. അവൾ കണ്ണീർ തുടച്ചുകൊണ്ട് അവളുടെ ആ മുഖത്തെ നിക്കാബ് ശരിക്കും ഒന്ന് താഴ്ത്തിയിട്ടു. സെയ്തൂൻ, എപ്പോഴും നീ എനിക്കെൻ്റെ കൂടെ വേണം, സന്തോഷത്തോടു കൂടി. പക്ഷെ അതിനിടയ്ക്ക് മറ്റൊരാൾ കടന്നു വന്നാൽ ആ ഒരു സന്തോഷം നിനക്ക് നഷ്ടപ്പെടുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. ഒരിക്കലും ഒരാണ് ഒരു പെണ്ണ് ഭാര്യ ഭർത്താക്കന്മാരല്ലാതെ ഒരു വീട്ടിൽ ജീവിക്കാൻ പാടില്ല സെയ്തൂൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവൾ അതിന് ഒന്നും ഉത്തരം പറഞ്ഞില്ല. സെയ്ഫ്, വിഷമിക്കണ്ട. അതൊക്കെ ഒരുപാട് ദൂരം യാത്രയ്ക്ക് ശേഷം അതാ ആ പാറകളും മലകളും മരുഭൂമികളും കടന്നുകൊണ്ട് അവർ ആ ഫാമിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിത്തീരുന്നു. ഫാമിൻ്റെ ആദ്യം കാണുമ്പോഴുള്ള കെട്ടിടം തന്നെ ഒരുപാട് പഴക്കമുള്ളതാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാലറിയാം. അതിൻ്റെ പിന്നിലേക്കായിക്കൊണ്ടാണ് ഒരുപാട് ബിൽഡിങ് കാര്യങ്ങൾ, അതുപോലെ ഒട്ടകങ്ങൾ, ആടുകളൊക്കെ മേയ്ക്കുവാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും. ആ ഭാഗത്ത് എത്തിയപ്പോൾ തന്നെ അതാ സെയ്തൂൻ ബീവിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്.
അത് ശരിക്കും അവളുടെ കണ്ണുകളിൽ കാണാമായിരുന്നു. സെയ്ഫ് അറബി അവൾ ശരിക്കും സൂക്ഷിച്ചു നോക്കി. വളരെയധികം സന്തോഷവതിയായി കണ്ട തൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ അയാൾ സമാധാനിച്ചു. അതിനടുത്തേക്ക് എത്തിയപ്പോൾ അതാ സൈഫ് അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നു. സെയ്ഫ്, ഇവിടെ നിർത്തല്ലേ, കുറച്ച് അകത്തേക്ക് കൂടി കൊണ്ടുപോ. എന്താ, നമുക്കങ്ങോട്ട് നടന്നാൽ പോരെ? അല്ലല്ല, അങ്ങോട്ട് ആ ഫാമിൻ്റെ ആ ഭാഗത്തേക്ക് ചെല്ലണം. അവളുടെ നിർദ്ദേശത്തിനനുസരിച്ച് അതാ സെയ്ഫ് അറബി വാഹനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ മതി മതി, ഇവിടെ നിർത്തിക്കോ. അവൾ തൻ്റെ ആ ബാഗ് എടുത്ത് ഇറങ്ങുന്നു. ശരിക്കും സൈഫുദ്ദീൻ അത് നോക്കിപ്പോയി. എന്തായിരിക്കും ഇവരുടെ പ്ലാനിങ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തിരിഞ്ഞു നോക്കി. അല്ല സൈഫ്, വരുന്നില്ലേ? ഞാൻ വരാം, നീ ചെല്ല്. ഞാൻ ഇവിടെയൊക്കെ പണിക്കാരുടെ ഭാഗത്തേക്ക് ചെന്ന് നോക്കട്ടെ. വാ സൈഫ്, വാ. സന്തോഷത്തോടു കൂടി തൻ്റെ ഭർത്താവിൻ്റെ ഡ്രൈവിംഗ് സീറ്റിനരികിൽ അവളിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. സൈഫ്, ഇറങ്ങണം. സെയ്തൂൻ, ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ, നീ നടക്ക്. അവൾ അതാ ആ ബാഗുമായി മുന്നോട്ട് നീങ്ങുന്നു. ആ മസറയിൻ്റെ അകത്തേക്ക് എത്തിയപ്പോൾ ഒരുപാട് ആളുകൾ അവളുടെ ആ ഒരു വരെ കണ്ട്, യാ അല്ലാ, സെയ്തൂൻ ബീവി. സെയ്തൂൻ ബീവിയോ? സെയ്തൂൻ ബീവി ഇപ്പം ഈടെയായിട്ട് 2 പ്രാവശ്യം വന്നല്ലോ, ഇന്നും വന്നിട്ടുണ്ട്. സാധാരണയായി ആ ഒരു ഫാമിലേക്ക് വരുമ്പോൾ അറബി എന്തെങ്കിലും വാങ്ങുക പതിവായിരുന്നു. അന്നും എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. അവർക്കത് കിട്ടുമ്പോഴും വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ബീവി അതാ അങ്ങോട്ട് നടന്നു പോകുന്നു. സെയ്തൂൻ ബീവിയെ എല്ലാവരും സ്വീകരിക്കുന്നു. കൂട്ടത്തിൽ ഫർസാനയും. ആദ്യമായി തിരഞ്ഞത് ഫർസാനയെ തന്നെയായിരുന്നു. എല്ലാവരും ബീവിയുടെ അടുക്കലേക്ക് വന്നു സലാം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഫർസാന കുറച്ചപ്പുറത്തായിരുന്നു. അവൾക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നു. അങ്ങനെ അർബാവും ഭാര്യയും വരുമ്പോൾ അവരുടെ അടുക്കലേക്ക് അങ്ങനെ ഓടിച്ചെല്ലാൻ പാടുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ. എന്തൊക്കെ തന്നെയായാലും അടുത്ത സാലറി കിട്ടിയാൽ വീട്ടിലേക്ക് അയക്കണം എന്നുള്ള തീരുമാനത്തിൽ കൂടിയായിരുന്നു അന്ന്. ആ കൂട്ടത്തിൽ പറ്റുമെങ്കിൽ ഒരു കത്തെങ്കിലും കൊടുത്തയക്കണം. അവൾ അടുത്തേക്ക് വരാത്തത് കൊണ്ട് തന്നെ സെയ്തൂൻ ബീവി ചോദിക്കുന്നു, ഫർസാന ഇവിടെ എന്നുള്ള രീതിയിൽ അവരെല്ലാവരും കൂടി ഫർസാനയെ ചൂണ്ടിക്കാട്ടി. ഫർസാന, നിന്നെ വിളിക്കുന്നു. അവൾ ഒരു പതിയെ പുഞ്ചിരിയോട് കൂടി അതാ അവരുടെ അടുക്കിലേക്ക് വരുന്നു. ആ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഫർസാന, എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? അൽഹംദുലില്ലാ, സുഖമാണ്. ഞാനിവിടെ, എനിക്കെല്ലാവരും ഫ്രണ്ട്ഷിപ്പായിട്ടുണ്ട്. ഓക്കെ. ഫർസാന, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. പടച്ച റബ്ബേ, തൻ്റെ ഗർഭത്തെക്കുറിച്ചെങ്ങാനും അറിയുമോ? ഒരു ഹിന്ദു ചെക്കൻ്റെ കൂടെ കടന്നു വന്നതാണ് ഞാൻ. ഒളിച്ചോടിപ്പോയിട്ട് ഗർഭമുണ്ടായി. അവന് പേടിച്ച് കടന്നതാണ് ഇങ്ങോട്ട് എന്നുള്ള കാര്യമെങ്ങാനോ, അതോ രാജേഷ് എങ്ങാനും ഇവിടെ എത്തിയോ? അവളാകെ ഭയന്നു. അവൾക്ക് എന്തൊക്കെയോ ഭയം അവളുടെ കണ്ണിൽ വന്നു. അത് കണ്ട ബീവി പറഞ്ഞു, ഫർസാന, എന്തിനാ നീ ഭയക്കുന്നത്? ഭയക്കേണ്ട ഒരു കാര്യവുമില്ലല്ലോ. ഫർസാന, ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. വീട്ടിലേക്കോ? അത് അവൾക്കാകെ ഭയമായി. അതെ, ഞാൻ ഇനി എൻ്റെ വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ നിനക്ക് താമസിക്കാം. അതായിരിക്കും നല്ലത്. ഇവിടെ നിനക്കത്ര പരിചയമില്ലല്ലോ. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നീ ജീവിച്ചിട്ടുണ്ടാവില്ലല്ലോ. അത് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ശീലമായല്ലോ. എല്ലാവർക്കും നല്ല സ്വഭാവമാണ് എന്നോട്. അതുപോലെ എല്ലാ ഹെൽപ്പും എല്ലായിടത്തിൽ നിന്നുണ്ടാകും. ഫർസാന, സാരല്ല, അതെന്തൊക്കെ തന്നെയായാലും നമ്മൾ കിടക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാലോ. അതുകൊണ്ട് നീ പോരണം എൻ്റെ കൂടെ. നിനക്ക് വീട്ടിൽ ഒരു സ്ഥാനമുണ്ട്, അവിടെ നിനക്ക് നിൽക്കാം. അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. റബ്ബേ, എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്? ഈ ഒരു മസറയിൽ വന്ന് പെട്ടത് തന്നെ ആദ്യം ഭയമൊന്ന് തോന്നി. പക്ഷേ ഇവരുടെ ആ നല്ല സ്വഭാവം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. ഇപ്പോഴിതാ അറബിപ്പെണ്ണ് വന്നിരിക്കുന്നു എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. എല്ലാവരും ഫർസാനയുടെ ചുറ്റും കൂടി. ഫർസാന, നീ ഭാഗ്യവതിയാണ്. സെയ്തൂൻ ബേബി നല്ല സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ നിനക്കൊരിക്കലൊരു നഷ്ടം ഉണ്ടാവില്ല. നീ പോയിക്കോ. ഇവിടെ ആടുകളുടെയും ഒട്ടകങ്ങളുടെയും ഇടയിൽ തീറ്റയും വെള്ളം കൊടുത്ത് നിനക്ക് കഴിയണ്ടല്ലോ. നിനക്ക് കൊട്ടാരം പോലുള്ള ആ ഒരു വീട്ടിൽ സുഖമായി കഴിയാമല്ലോ.
എന്തൊക്കെ തന്നെയായാലും പോയി നോക്ക്. അവിടെയുള്ള ജോലി ഞങ്ങൾക്കൊന്നും കിട്ടില്ല. ജോലി അങ്ങനത്തെ സ്ത്രീകൾക്ക് മാത്രമേ അവിടെ കൊടുക്കുള്ളൂ. പിന്നെ ഫാമിലിക്കുള്ള വിസ കാര്യങ്ങളൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഒറ്റപ്പെട്ട കാട്ടറബികളൊക്കെ വാഴുന്ന ഈ ഒരു സ്ഥലത്ത് വന്നു പെട്ടത്. ഇവിടെയുള്ള മാനേജർമാരൊക്കെ കാട്ടറബികൾ തന്നെയാണ്. മെയിനായിട്ടുള്ള അറബി അതാണ് വന്നു നിൽക്കുന്ന സൈഫുദ്ദീൻ. അദ്ദേഹത്തിൻ്റെതാണ് ഈ ഒരു മസറ. അദ്ദേഹത്തിൻ്റെ ജോലിക്കാരാണ് ഇവിടെയുള്ള കാട്ടറബികൾ മുഴുവനും. അതുകൊണ്ട് തന്നെ നിനക്കൊരിക്കലും നഷ്ടമാവില്ല. നിനക്ക് സ്ഥാനക്കയറ്റം കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. ഈ ഒരു മസറയിൽ എന്തൊക്കെ തന്നെയായാലും ആടിൻ്റെയും ഒട്ടകത്തിൻ്റെയും ആ ഒരു ചാണകത്തിൻ്റെയും പാലിൻ്റെയും ആ ഒരു സ്മെല്ലും കാര്യങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കണ്ടേ? ഇപ്പോഴത് ഞങ്ങൾക്ക് ശീലമായിപ്പോയി. പക്ഷെ നിനക്ക് നല്ലൊരു ജീവിതം ഒരു പക്ഷേ ഉണ്ടാവുമെങ്കിൽ ജെയ്ത്തൂൻ ബീവി പറഞ്ഞത് നീ അനുസരിക്കുകയായിരിക്കും നല്ലത്. അതിൽ ഒരുത്തി അത് പറഞ്ഞപ്പോൾ അവൾക്ക് ഇവിടം വിട്ടു പോകുവാനേ താല്പര്യമില്ലാത്തതുപോലെയായിരുന്നു. ഒരു നിമിഷം അവരെല്ലാവരെയും നോക്കി അവൾ കണ്ണിൽ വെള്ളം നിറച്ചു. എല്ലാവരും പറഞ്ഞു, പൊയ്ക്കോ മോളെങ്കിൽ രക്ഷപ്പെട്ടോ. ഇവിടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആടുകളും ഒട്ടകങ്ങളായി മാറും. അവരുടെ ഇടയിൽ ജീവിച്ച് ഇതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവില്ല. അതുമാത്രമല്ല, പിന്നെ ഇവിടെ വിട്ടു പോകാനും തോന്നില്ല. കാരണം മുതലാളി അത്യാവശ്യം ക്യാഷ് തരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ വെറുപ്പിച്ച് പോകാൻ തോന്നില്ല. നാട്ടിൽ പോയാൽ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാൻ തോന്നും. കാലാകാലം ഞങ്ങളൊക്കെ ഇവരുടെ കൂടെ നിന്നിട്ട് ആടുകളും ഒട്ടകങ്ങളുമായി മാറിയിരിക്കുകയാണ്. അവരുടെ ഭാഷ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടേത് അവർക്കും. ആ ഒരു ചൂരും മണവും എല്ലാം ഞങ്ങൾക്കുമുണ്ട്. നിനക്കും അതുണ്ടായി തുടങ്ങിയിരിക്കുന്നു. പിന്നെ പതുക്കെ അതിനോടങ്ങ് അലിഞ്ഞു ചേരും. അതുകൊണ്ട് മോള് പോയിക്കോ. എല്ലാവരും ആ രീതിയിൽ അവളെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരുന്നു. ജെയ്ത്തൂൻ ബേബി ഒരു നിമിഷം എന്ത് പറയണമെന്നായിപ്പോയി. കാരണം അവളുടെ മനസ്സിനനുസരിച്ചല്ലേ പറ്റുള്ളൂ. ഫർസാന, നമുക്ക് പോകാം. അവൾ ഒന്നും മിണ്ടിയില്ല. ദാ നിനക്കുള്ള വസ്ത്രം ഇതിലുണ്ട്, ഇത് ധരിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മനോഹരമായ പർദ്ദയും നിക്കാബും എല്ലാം അതിലിടുന്നു. അവൾക്ക് എന്ത് ചെയ്യണം എന്നായിപ്പോയി. അപ്പോഴേക്കും അതാ അർബാവ് തിരക്ക് കൂട്ടുന്നത്. യാ ജെയ്ത്തൂൻ, ആ ഇത് വരുന്നു എന്നുള്ള രീതിയിൽ അറബിച്ച് പറഞ്ഞു. എന്താ പോകാനായില്ലേ? കണ്ടില്ലേ അവളെ? സൈഫ്, അവളെ കാണാൻ മാത്രമല്ല ഞാൻ വന്നത്, അവളെ കൊണ്ടുപോകാൻ കൂടിയാണ്. അദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി. റബ്ബേ, ഇവൾ എന്തിനുള്ള പുറപ്പാടാ? ഒരു വീട്ടിൽ 2 പെണ്ണുങ്ങളെ താമസിപ്പിക്കുക. എന്തെങ്കിലും തെറ്റ് വന്നു പോകും. മനുഷ്യനല്ലേ, ഇബിലിസ് ഏതു സമയം പിന്നാലെ ഉണ്ടാവുമല്ലോ. റബ്ബേ, നീ കാക്ക്. അങ്ങനെ അതാ മസറയിൽ നിന്ന് അവളെ കൊണ്ടുപോകുവാൻ വേണ്ടി വന്ന അറബിയും അറബിച്ചിയും അവൾക്ക് നൽകിയ ആ ഒരു വസ്ത്രം, അവൾ ഫ്രഷ് ആയിക്കൊണ്ട് അറബി പെണ്ണ് നൽകിയ ആ വസ്ത്രം ധരിക്കുന്നു. അവൾ ആ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ശരിക്കും നല്ലൊരു മിസ്രി പെണ്ണിൻ്റെ ലുക്ക് തോന്നി അവൾക്ക്. അത്രക്കും മനോഹരമായിരുന്നു അവളുടെ ഹിജാബിനുള്ളിലൂടെ കാണുന്ന ആ ഒരു കണ്ണുകൾ തന്നെ. എല്ലാവരോടുമായി യാത്ര പറഞ്ഞു. അവൾ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടവുമായി. അങ്ങനെ അതാ അർബാവിൻ്റെ വണ്ടി തിരിക്കുന്നു. ജെയ്ത്തൂൻ ബേബി അവളെ കൈ പിടിച്ചുകൊണ്ട് അതാ കൊണ്ടുപോവുകയാണ്. അവർ 2 പേരും കാറിൻ്റെ ബാക്ക് സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത്. അവൾ പറഞ്ഞു, ബേബി മുന്നിലിരുന്നോളൂ, ഞാനിവിടെ ഇരുന്നോളാം. ഹേയ് വേണ്ട, എനിക്കുള്ള സ്ഥാനം നിനക്കുമുണ്ടാകും, അവിടെ ഇരിക്കെ. അതെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും അറബി ഞെട്ടുന്നുണ്ടായിരുന്നു. റബ്ബേ, ഇവൾ എന്തിനുള്ള പുറപ്പാടാണിത് എന്നുള്ള രീതി. യാത്രകളിൽ കൂടുതലായിട്ടൊന്നും അദ്ദേഹം സംസാരിച്ചില്ല. പകരമായിട്ട് ജെയ്ത്തൂൻ ബീവി ഫർസാനയോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൾക്ക് ശരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. റബ്ബേ, എന്തൊക്കെ ചോദിക്കും എന്നതിനെക്കുറിച്ച്. അങ്ങനെ അതാ അറബിയും ജെയ്ത്തൂൻ ബീവിയും ഫർസാനയും കൂടി ആ മരുഭൂമിയും പാറക്കെട്ടുകളും കടന്നുകൊണ്ട് അവരുടെ